വെൽക്കം ബാക്ക്. പ്രിഫറൻസ് ഷെയർസ്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിഫറൻസ് ഷെയർസ് എന്താന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ ഈ പ്രിഫറൻസ് ഷെയറിന്റെ പ്രത്യേകത എന്താണ്? ഇക്വിറ്റി ഷെയറിനേക്കാൾ പ്രിഫറൻസ് ഉണ്ട് ഇവർക്ക്. രണ്ട് കാര്യത്തിലാണ് പ്രിഫറൻസ് ഉള്ളത്. ഒന്നാമത്തേത് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന കാര്യത്തിലും, രണ്ടാമത്തേത് വൈൻഡിംഗ് അപ്പിന്റെ സമയത്ത് ക്യാപിറ്റൽ റീപേയ്മെന്റ് നടത്തുമ്പോൾ ആദ്യം കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇനി പ്രിഫറൻസ് ഷെയറിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വർഷം, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭവിഹിതം. ഇപ്പൊ ഏതെങ്കിലും ഒരു വർഷം പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടില്ല. ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഏത് വർഷമാണ് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് ആ വർഷം റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് റിസീവ് ചെയ്യാൻ റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഷെയർസിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നോക്കാം നമുക്കത്. ഇൻ കേസ് ഓഫ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഗോ ഓൺ അക്യുമുലേറ്റിംഗ് ടിൽ ദേ ആർ പെയ്ഡ്. ഡിവിഡൻഡ് കൊടുക്കുന്നത് വരെ അരിയേഴ്സ് എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദി അരിയേഴ്സ് ഓഫ് സച്ച് ഡിവിഡൻഡ് ഷാൽ ബി പെയ്ഡ് ബിഫോർ എനിത്തിങ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എനി അതർ ക്ലാസ് ഓഫ് ഷെയർസ്. അതായത് മറ്റ് ക്ലാസ് ഓഫ് ഷെയർസിന് കൊടുക്കുന്നതിന് മുൻപ് ഇവർക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് ആർ ഓൾവേസ് ക്യുമുലേറ്റീവ് അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് ഇൻ കമ്പനീസ് ആർട്ടിക്കിൾസ്. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണ്.